ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിന് ആവേശകരമായ തുടക്കം കുറിച്ചിരുന്നു ജർമ്മനിയിൽ. നമുക്കറിയാം, ഇത്തവണത്തെ യൂറോ കപ്പ് നടക്കുന്നത് ജർമ്മനിയിലാണ്. 24 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 6 ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതമായിട്ടാണ് മത്സരം നടക്കുന്നത്. എല്ലാ ടീമുകൾക്കും നിലവിൽ ഓരോ മത്സരങ്ങൾ പൂർത്തിയായി. ചില ടീമുകൾക്ക് 2 മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നു. മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റൗണ്ട് ഓഫ് 16 ആണ് ഇനി വരാനിരിക്കുന്നത്. റൗണ്ട് ഓഫ് 16ലേക്ക് എത്ര ടീമുകൾക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും അവസരം ലഭിക്കും, എത്ര ടീമുകൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിലവിൽ 6 ഗ്രൂപ്പിൽ നിന്നും 1-2 സ്ഥാനത്തെത്തുന്ന 6 ഗ്രൂപ്പിലെയും 1-2 സ്ഥാനക്കാർക്ക് എന്തായാലും നിർബന്ധമായും രണ്ടാം റൗണ്ടിലേക്ക് കടക്കാം. 12 ടീമുകൾക്ക് എന്തായാലും രണ്ടാം റൗണ്ടിൽ കടക്കാം. +4 ആണ്. +4 എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ മൊത്തം 6 ഗ്രൂപ്പിൽ നിന്നും 3-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും മികച്ച 4 3-ാം സ്ഥാനക്കാർക്ക് കൂടി രണ്ടാം റൗണ്ടിലേക്ക് എത്താം. 12 + 4 16 അങ്ങനെ ആയിരിക്കും റൗണ്ട് ഓഫ് 16 ഫോർമാറ്റ് വരിക. എന്തായാലും ആദ്യ റൗണ്ട് മത്സരങ്ങൾ അല്ലെങ്കിൽ ആദ്യ മത്സരങ്ങൾ പൂർത്തിയായി. രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം രണ്ടാം റൗണ്ടിലേക്ക് എത്തുന്ന ടീമുകളുടെ കാര്യത്തിൽ ഒരു നേരിയ വ്യക്തത ഒക്കെ വരും. എന്നാലും നിലവിൽ 12 + 4 ആണ്. അതായത് ഓരോ ഗ്രൂപ്പിൽ നിന്നും 1-2 സ്ഥാനക്കാർക്ക് പുറമെ മൊത്തം ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും മികച്ച 4 3-ാം സ്ഥാനക്കാർക്ക് കൂടി റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടാം. അങ്ങനെയാണ് പ്രീ ക്വാർട്ടർ ഫോർമാറ്റിന് തുടക്കം കുറിക്കുക. എന്നാലും യൂറോ കപ്പ് ആവേശകരമായ തുടക്കം കുറിച്ചിരുന്നു. നെതർലൻഡ് ഫ്രാൻസ് പോരാട്ടമൊക്കെ ഈ യൂറോ കപ്പിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ യൂറോ കപ്പ് കണ്ട ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലും അതുപോലെ എംബാപ്പയുടെ ഫ്രാൻസൊക്കെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു കയറിയിരുന്നു. രണ്ടാം റൗണ്ട് മത്സരങ്ങളിൽ അട്ടിമറികൾ ഏതെല്ലാം രീതിയിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ഏത് യൂറോ കപ്പ് ആയാലും ഫിഫ വേൾഡ് കപ്പ് ഒക്കെ ആയാലും അട്ടിമറികൾ സംഭവിക്കാറുണ്ട്. അത് ഏത് മത്സരത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും വരിക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം.